ഞാറക്കപ്പള്ളിയുടെ ഭൂമി 75,000 രൂപയ്ക്ക് വിറ്റതാണ് മക്കളെ ഇതിലിടുന്നത്. ഇത് കാണാനിട്ട് നല്ല ചൊറുചൊറുക്കുള്ള പിള്ളേര് അച്ഛനെ പ്രതികരിക്കണമെന്ന് കാണും. ഇതാണ് ഇങ്ങനെ പള്ളിയുടെ സ്വത്ത് വിറ്റ് തൊലച്ച് കുറെ പണ്ടാരങ്ങൾ ഈ പള്ളിയോട് ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. അതിൻ്റെ അച്ഛന്മാരാണ് ഇതിൻ്റെ കൂടുതൽ നേതൃത്വം കൊടുക്കുന്നത്. അവരെന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല, പാവ അച്ഛന്മാര്. ഇതാണ് നടക്കുന്നത് നാട്ടിൽ. ഓരോ പള്ളികളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാറക്കൽ ബസ് സ്റ്റോപ്പിൽ കുറെ കടകളുണ്ട്. ഇതിന്റെ വരുമാനം വാടക എവിടെ പോണെന്ന് ദൈവത്തിനറിയാം. ഒന്നിനും അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ, ചോദിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു പണ്ടാറടങ്ങിയൊരു വികാരിയാണ് ഞങ്ങൾക്കുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? ഇവര് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ട് ഇത് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ്. ഒരു കാരണവശാലും പ്രകോപനത്തിൽ വീഴരുത്. ഒരു കാരണവശാലും ഇതുവരെ ആരും പ്രകോപനത്തിൽ വീഴരുത്. ആരും ഒരാളുടെ ചരിത്രം പഠിപ്പിക്കണ കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. പട്ടംകോട് മടക്കിട്ടല്ലേ ഞാനൊക്കെ. ഒരു പ്രകോപനത്തിലായിരുന്നു വീഴുണ്ട. ഇടവക പൊതുയോഗം നടക്കാതെ ഞാറക്കൽ പാരിഷ് കൗൺസിൽ കൂടൂല. അത് ഞങ്ങളുടെ ചർച്ചമായ അതിനൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. പാരിഷ് കൗൺസിൽ കൂടി കൈക്കാരന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പാരിഷ് ഇടവക പൊതുയോഗം വിളിക്കാം. അങ്ങനെ ഈ ഞാറക്കൽ പള്ളിയുടെ ഭൂമികൾ വിറ്റതിന്റെ കണക്കാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം മതി. അപ്പൊ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട, ഇടവകേനെ ബോധ്യപ്പെടുത്തണം. ഇടവക പൊതുയോഗം വിളിക്കണം. അതിനുശേഷം മാത്രമേ ഇവിടെ കൗൺസിൽ കൂടുകയുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം കൗൺസിൽ കൂടിയപ്പോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു തീരുമാനമില്ല. ആർക്കും വേണമെങ്കിലും കടന്നു പോവാം. പക്ഷെ പാരിഷ് കൗൺസിൽ കൂടൂല. അതൊരു ഒരു സംശയം വേണ്ടത്. 75,000 രൂപയ്ക്ക് അത് 3 മാസത്തിന് ശേഷം 1.5 ലക്ഷം രൂപയ്ക്ക് ആർക്കൊരു ഒരാൾ പറയട്ടെ. 17 പ്ലോട്ടുകളായിട്ട് വിൽക്കാൻ ഇവർക്ക് ആർക്കാണ് നിർദ്ദേശം തന്നത്? അതുപോലെ നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ടോ? ഇവരെല്ലാവരും പണ്ട് അനുവദിക്കൂല. 17 പ്ലോട്ടുകളായിട്ട് പ്ലോട്ടായിട്ട് വിൽക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത്? ഒരു വീട്ടുകാർക്ക് 6 പ്ലോട്ടാണ് കൊടുത്തേക്കണം. ഒരു വീട്ടുകാർ ഭാര്യ, ഭർത്താവ്, മോളും എല്ലാവർക്കും കൂടി ഒരേ പറമ്പിൽ 2,69,000 രൂപയ്ക്ക് വിറ്റാണ് 3,97,000 രൂപയ്ക്ക് വിറ്റാണ്. നല്ല സുഖമുള്ള സ്വന്തം ഭൂമിയാണ് വിൽക്കോ. ഇവരാരെങ്കിലും ഈ കാലയളവിൽ 6 വർഷത്തിന് ഇടയിൽ ഒരു ഭൂമി വിട്ടിട്ടുണ്ടോ? ഒറ്റ ഭൂമി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? പള്ളിയുടെ ഭൂമി പണ്ടാരച്ചമ്പിലെ ചോറ് അത് വേണ്ട. ഞങ്ങൾ കുറെ നാൾ സൈലന്റ് ആയിട്ട് ഇരുന്നതാണ്. ഇനി സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത ഭൂമിയൊക്കെ ക്ലീൻ ചെയ്ത് വഴിയാക്കി റെഡിയാക്കിയിട്ടില്ലേ? അതും വിപ്പിക്കൂല. ഒരു കാരണവശാലും വിപ്പിക്കൂല. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണവന്മാരും മരണാവശ്യത്തിന് വെച്ചിരിക്കുന്ന ഭൂമിയായിരുന്നത്. മരണാവശ്യത്തിൽ വെച്ചാണ് ഭൂമിയായിരുന്നത്. എല്ലാം വിറ്റ് തൊളിച്ച് ഒരാളുടെ താല്പര്യത്തിന് 75 ലക്ഷം രൂപ CMC രജിസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞ് 2.25 കോടി രൂപയുടെ ഭൂമി കിട്ടി. ആർക്കൊരു തെണ്ണോന്നൊന്നുമില്ല. പാരിഷ് കൗൺസിലിന് വിറ്റുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വിറ്റുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞച്ചയുടെ ചർച്ചയ്ക്ക് വന്നപ്പോ ഞങ്ങളോട് പറഞ്ഞ് ഇനി ഭൂമി വിൽക്കില്ലെന്ന് പറഞ്ഞു. ഈ 75 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞ് 2.5 കോടി രൂപയുടെ ഭൂമി ആര് പറഞ്ഞിട്ട് വിറ്റ്? ഇവിടെ ഒരു സ്ഥല കമ്മിറ്റി ഉണ്ടായിരുന്നു, 2 പേര് അതിൽ ഒപ്പിട്ടിട്ടില്ല. 2 പേര് 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 ഒപ്പിട്ടി
രണ്ടുപേരും ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത്. ഒരാള് കരിമുത്തി വെച്ചിട്ടായിരുന്നു ബന്ധത്തിന്റെ പേരിൽ ഒപ്പിട്ടാണ് ഞങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പാരിഷ് കൗൺസിലർ അകത്തിരിപ്പുണ്ട്. കുഞ്ചേട്ടൻ പറയട്ടെ. അതായത് 5 പേരുള്ള കമ്മിറ്റിയിൽ 2 പേര് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മീറ്റിംഗില്ല ഇവിടേക്ക് പോകണം. ഇതിനൊക്കെ സമാധാനം പറഞ്ഞിട്ട് നമുക്ക്